ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഡിസംബർ വരെ കടമെടുക്കാൻ അനുവദിച്ചതിൽ ബാക്കി തുക കൂടി കേരളം കടമെടുക്കുന്നു. ഓണത്തിനു മുമ്പ് അനുവദിച്ച 4200 കോടിയിൽ ബാക്കിയുള്ള 1245 കോടി രൂപയാണ് കടമെടുക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് കടമെടുക്കുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. ടാറ്റ ഗ്രൂപ്പിന്റെ 91,000 കോടി രൂപയുടെ സെമി കണ്ടക്ടർ ബൃഹത് പദ്ധതിയുടെ മാപ്പിലേക്ക് മലപ്പുറം ജില്ലയിലെ ഒഴൂർ ഗ്രാമവും വിവിധ സംസ്ഥാനങ്ങളിലായി നടപ്പാക്കുന്ന വൻകിട പദ്ധതിയുടെ അനുബന്ധ പ്ലാന്റിനായി പരിഗണിക്കപ്പെടുന്നത് തിരൂരിനടുത്തുള്ള ഒരൂര് ഗ്രാമമാണ്. ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും ടാറ്റ ഗ്രൂപ്പും ചർച്ചകൾ നടന്നുവരുന്നു. അസമിലും കേരളത്തിലുമായാണ് പദ്ധതി വരുന്നതെന്ന് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N ചന്ദ്രശേഖരൻ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പന് 3 പതിറ്റാണ്ടു നീണ്ട കിടപ്പു ജീവിതത്തിനൊടുവിൽ മരണത്തിന് കീഴടങ്ങി. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 3:30 അന്ത്യം. ആഗസ്റ്റ് 2 വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. ഇലക്ടറൽ ബോണ്ടുകളിലൂടെ പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെതിരെ കേസ്. ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ള ബംഗളൂരുവിലെ പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അഭിഭാഷകൻ ആദർശ് അയ്യരാണ് പരാതി നൽകിയത്. ED റെയ്ഡ് നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നാണ് പരാതി. കൊക്കക്കോള, പെപ്സി, തംസപ്പ് തുടങ്ങിയവയ്ക്ക് ആധിപത്യമുള്ള മേഖലയിൽ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് കൂടി ശക്തമായി ഇറങ്ങുന്നതോടെ വിപണി വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുക. റിലയൻസിന്റെ കാമ്പ കോള 4ാമത്തെ വലിയ ബ്രാൻഡാകാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതോടെ ശീതളപാനീയ വിപണി ചൂടുപിടിക്കുകയാണ്. മതപരിവർത്തനങ്ങൾ ഉടൻ തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറുമെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ നിരീക്ഷണം നീക്കി സുപ്രീം കോടതി. ഉത്തർപ്രദേശിൽ മതം മാറ്റം തടയൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തിക്ക് ജാമ്യം നിഷേധിച്ചായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ നിരീക്ഷണം. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ കൈലാഷ് എന്നയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ വിവാദ പരാമർശം. ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന കേന്ദ്ര ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മുംബൈയിലെ സുരക്ഷ ശക്തമാക്കിയതായി റിപ്പോർട്ട്. നഗരത്തിലെ വിവിധ ആരാധനാലയങ്ങളിലും തിരക്കേറിയ സ്ഥലങ്ങളിലും ഉൾപ്പെടെ സുരക്ഷ വർദ്ധിപ്പിച്ചതായാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ടാറ്റ ഇലക്ട്രോണിക്സ് പ്ലാന്റിൽ വൻ തീപിടുത്തം. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ ഹൊസൂരിനടുത്തുള്ള പ്ലാന്റിൽ ഇന്ന് രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. 5:30 കമ്പനിയുടെ മൊബൈൽ ഫോൺ ആക്സസറീസ് പെയിന്റിംഗ് യൂണിറ്റിൽ അപകടമുണ്ടായത്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ വിശ്രമിക്കാൻ ശീതീകരിച്ച കാത്തിരിപ്പു മുറിയും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയാൻ മൈക്രോ MCFും സജ്ജമായി. ശീതീകരിച്ച വിശ്രമ കേന്ദ്രം ശനിയാഴ്ച രാവിലെ 10:30 ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. മൈക്രോ MCFും മന്ത്രി നാടിന് സമർപ്പിക്കും. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് കേസിൽ അകപ്പെട്ട വില്ലേജ് അസിസ്റ്റന്റിനെ റവന്യൂ അഡീഷണൽ സെക്രട്ടറി സസ്പെൻഡ് ചെയ്തു. വെങ്ങേരി വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് C അബൂബക്കറിനെയാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറുടെ ശുപാർശ പ്രകാരം സസ്പെൻഡ് ചെയ്തത്. സർവീസിൽ തുടർന്നാൽ അന്വേഷണത്തെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് കണ്ടാണ് നടപടി. വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതിക്ക് പോക്സോ കേസിൽ 80 വർഷം തടവും 55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇടുക്കി വാഗമൺ കാപ്പിപ്പതാൽ കുറ്റിയിൽ മനോജിനെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി G മഹേഷ് ശിക്ഷിച്ചത്.
മാതാപിതാക്കൾ മരിച്ച 15-കാരിയെ 2021 ജൂലൈ മുതൽ 2022 ഡിസംബർ വരെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. ഖത്തറിൽ പുക ശ്വസിച്ച് ചികിത്സയിലായിരുന്ന കോഴിക്കോട് സ്വദേശി മരിച്ചു. ചെത്തിൽ ഷെഫീഖാണ് മരിച്ചത്. ഈ മാസം 19-നായിരുന്നു റയ്യാനിൽ ഷെഫീഖ് താമസിച്ച വില്ലയിലെ തൊട്ടടുത്ത മുറിയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായ ഷെഫീഖ് ചികിത്സയിലായിരുന്നു. ഒക്ടോബർ 5-ന് നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കെയാണ് ദുരന്തം. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.